സച്ചിനും രേവതിയുടെ മറ്റൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അച്ഛമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിയുന്നതിന് കേട്ടോ. ആ ബർത്ത്ഡേ സെലിബ്രേഷൻ ഉണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്നുണ്ടായ കാര്യങ്ങളെല്ലാം കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. അങ്ങനെ ബർത്ത്ഡേ സെലിബ്രേഷൻ എല്ലാം കഴിയാൻ കേട്ടോ. ഇനിയിപ്പോൾ സച്ചി രേവതിയോട് ചോദിക്കാണ്, സെലിബ്രേഷൻ്റെ അന്ന് വരെ ഈ കാര്യങ്ങളൊന്നും പറയരുതെന്നാണല്ലോ നീ പറഞ്ഞിരുന്നത്, എനിക്കിനിയിപ്പോൾ പറയാലോ എന്ന് ചോദിക്കാണ്. സച്ചേട്ടാ അത് വേണോ, വെറുതെ പ്രശ്നം ഉണ്ടാക്കണോ എന്ന് ചോദിക്കുമ്പം, മിണ്ടണ്ട, നമ്മുടെ സ്വർണ്ണമാണിത്, അത് ഇത്രയും കാലം അമ്മയുടെ ഇരിക്കായിരുന്നു, നമ്മളത് എടുത്തിട്ട് കൂടിയില്ല. ആ സ്വർണം അത് മുക്കുവണ്ടം ആണെങ്കിൽ അമ്മയും അവനും തന്നെ വിചാരിക്കണം എന്നൊക്കെ പറയുന്നതിന് കേട്ടോ. രേവതിക്കാണെങ്കിൽ ആകെപ്പാടെ പേടിയാവുകയാണ്. കാരണം വീട്ടിലിപ്പോൾ വലിയൊരു ഇഷ്യൂ ഉണ്ടാവല്ലോ. സച്ചിനെ അവൾ മാക്സിമം പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി ഇതൊന്നും കേൾക്കുന്ന മട്ടില്ല. സച്ചി പറയാണ്, ഇനിയും ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ചോദിച്ചേ പറ്റുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നേരെ ഹാളിലേക്ക് വരുന്നുണ്ട്. എല്ലാവരെയും വിളിച്ചു കൂട്ടാണ്. സുധിക്ക് ഓൾറെഡി കാര്യം മനസ്സിലായി. ചന്ദ്രൻ പേടിച്ച് വിറച്ചാണ് കേട്ടോ അങ്ങോട്ടേക്ക് വരുന്നത്. എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അച്ഛാ, അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്ന് ഞങ്ങൾ സ്വർണവും വാങ്ങിച്ചോണ്ട് പോയില്ലേ, അതിനുശേഷം എന്താ സംഭവിച്ചെന്ന് അച്ഛൻ പലതവണ ചോദിച്ചല്ലോ. അച്ഛമ്മയുടെ ബർത്ത്ഡേ സെലിബ്രേഷൻ അത് കൊളവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്നും പറയാതിരുന്നത്. ഇനിയിപ്പോൾ എനിക്ക് പറയാമല്ലോ എന്ന് ചോദിക്കുമ്പം, എന്താണ് മോനെ, എന്താ കാര്യം എന്ന് ചോദിക്കാണ്. അത് പിന്നെ അച്ഛൻ അറിഞ്ഞോ ഉണ്ടായ സംഭവമൊക്കെ? ഞാനും രേവതിയും കൂടി ആ സ്വർണം കൊണ്ട് ഇവക്കറിയാവുന്ന ഒരു ജ്വല്ലറിയിലേക്കാണ് പോയത്. ഇവള് സ്ഥിരമായി പൂവ് കൊടുക്കുന്ന ഒരു കടയിൽ. അവിടെ ചെന്നപ്പോ എന്താ സംഭവിച്ചെന്നറിയാവോ? ആ സ്വർണം മുഴുവനും മുക്കുവണ്ടമായിരുന്നു. എന്താണ് ഈ പറഞ്ഞത്, മുക്കുവണ്ടോ? അപ്പോ വർഷയും ശ്രീകാന്ത് ചോദിക്കാണ്, എന്താ ഈ പറഞ്ഞത്, മുക്കുവണ്ടോ? അത് ഒറിജിനൽ സ്വർണ്ണം അല്ലായിരുന്നോ? അപ്പോ രേവതി പറയാണ്, അതാ വർഷയെ ഞങ്ങൾക്ക് മനസ്സിലാവാത്തത്, അമ്മയുടെ കയ്യിലാണ് ഇത്രയും കാലം ഞങ്ങൾ സൂക്ഷിക്കാൻ കൊടുത്തത്. അതിനുശേഷം ഞങ്ങൾ തൊട്ടിട്ടുകൂടിയില്ല. ഇന്നലെ ഞങ്ങളത് വാങ്ങി നേരെ ജ്വല്ലറിലേക്ക് പോയി. അവിടെ ചെന്നപ്പോൾ അത് മുക്കുവണ്ടാണെന്ന് പറഞ്ഞു. ഞങ്ങൾ ഞെട്ടിപ്പോയി. ശരിക്കും വേറെ ഏതെങ്കിലും ഒരു ജ്വല്ലറിയിലാണ്, അല്ലെങ്കിൽ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ ഞങ്ങളെ അപ്പോൾ തന്നെ അവർ പിടിച്ച് പോലീസിൽ ഏൽപ്പിച്ചേനെ. ഞാൻ സ്ഥിരമായി പൂ കൊടുക്കുന്നതായതുകൊണ്ടും എന്നെ വേണ്ടി അച്ഛനെയൊക്കെ അറിയാവുന്നവരായതുകൊണ്ടുമാണ് അങ്ങനെ ഉണ്ടാവാഞ്ഞത് എന്ന് നമ്മുടെ രേവതി പറയുന്നുണ്ട്. ഇത് കേട്ട് ചന്ദ്ര പറയാണ്, മുക്കുവണ്ടോ, അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിക്കാണ്. അപ്പോ സച്ചി പറയുന്നുണ്ട്, അതിന്റെ ഉത്തരം പറയേണ്ടത് അമ്മയാ. ഞാനൊന്ന് ഉത്തരം പറയാനാ? പിന്നല്ലാതെ ഇത്രയും കാലം ആ സ്വർണ്ണ സൂക്ഷിച്ചത് അമ്മയല്ലായിരുന്നോ? അപ്പൊ പിന്നെ അമ്മയല്ലേ പറയേണ്ടത്? ഞാനോ? അതെ, ഞാൻ സൂക്ഷിച്ചു എന്നും പറഞ്ഞ് ഞാൻ നിങ്ങളുടെ സ്വർണ്ണമൊന്നും എടുത്തോണ്ട് പോയിട്ടില്ല. അമ്മ എടുത്ത് കാണില്ല, പക്ഷെ എടുക്കുന്ന പലരും ഇവിടെ ഉണ്ട്. അപ്പോഴേക്ക് സുധി പറയാണ്, നീ എന്തിനാടാ എന്നെ പറയുന്നത്? ഞാൻ നിന്റെ പേരൊന്നും പറഞ്ഞില്ലല്ലോ. ഉള്ളത് പറയുമ്പം കള്ളന് തുള്ളൂന്നാ പറയുന്നത്. ഇപ്പൊ കണ്ടില്ലേ അവൻ ഉറക്കെ വിളിച്ചു പറഞ്ഞത്. അയ്യോ, ഞാനൊന്നും ചെയ്തിട്ടില്ല അച്ഛാ, ഇവൻ എന്നെ നോക്കിയത് കൊണ്ട് ഞാൻ പറഞ്ഞതാ, എനിക്കറിയത്ത് കൂടിയില്ല എന്ന് പറയാണ്. അപ്പോ രവി ചോദിക്കുന്നുണ്ട്, എന്താ ചന്ദ്രേ, എന്തൊക്കെയായി കേൾക്കുന്നത്? എന്റെ പൊന്നു രവിയേട്ടാ, എനിക്കറിയില്ല. ഇവളാ സ്വർണ്ണമൊക്കെ ഇട്ടുകൊണ്ട് നേരെ ഇവളുടെ വീട്ടിലേക്ക് പോയതല്ലേ. ആർക്കറിയാം അവർ കൂറിക്കൊടുത്തിട്ട് മുക്കോണ്ടം കൊണ്ടാണോ വന്നേന്ന്. അപ്പോഴേക്ക് രേവതിക്ക് ദേഷ്യം വരുന്നുണ്ട്. രേവതി മുമ്പോട്ട് കയറിയിട്ട്, അമ്മേ നീ അനാവശ്യം പറയരുത്. എന്റെ വീട്ടുകാർക്ക് ഞാനൊരു കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടുണ്ടെങ്കിലേ അന്തസ്സായിട്ട് ഞാൻ പറയും. അതിന്റെ ആവശ്യം അവർക്കുമില്ല, എനിക്കുമില്ല. അതുകൊണ്ട് അമ്മ ആവശ്യമില്ലെന്ന് പറയണ്ട. ഇത് അമ്മയുടെ തന്നെയാ മാറിയിരിക്കുന്നത്. അമ്മ വെറുതെ കള്ളം പറയണ്ട എന്നൊക്കെ പറയുമ്പോ ചന്ദ്ര പറയുന്നുണ്ട്, കണ്ടോ അവള് പറഞ്ഞത് കേട്ടില്ലേ, ഞാനാ മാറ്റിയെന്ന്. ഞാൻ എടുത്തെങ്കിൽ എന്റെ കയ്യില് ആ സ്വർണം കാണേണ്ടതല്ലേ. എന്റെ കയ്യില് ആ സ്വർണമില്ല, പിന്നെ എങ്ങനെ അത് കാണും? അവൾ എന്റെ കയ്യിൽ തന്ന അതേ ബോക്സിൽ തന്നെയാ ഞാൻ ആ സ്വർണം വെച്ചത്. ഞാൻ കണ്ടിട്ട് കൂടിയില്ല എന്ന് പറയാണ്. അപ്പൊ സച്ചി പറയുന്നുണ്ട്, അമ്മേ ആരാണെങ്കിലും അത് ഒരു നാൾ തെളിയും. എന്തൊക്കെയാണെങ്കിലും ഒരു കള്ളം ഒരുപാട് കാലമൊന്നും മറച്ചേക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിക്കാണ് കേട്ടോ എന്ന് പറയാണ്. രവി പറയാണ്, എന്റെ ഈശ്വര, ഇവിടെ എന്തൊക്കെയാ നടക്കുന്നത്? ഈ വീട്ടില് അലമാരിക്കാത്തിരുന്ന ആ സ്വർണം എങ്ങനെ ചന്ദ്രൻ മുക്കുവണ്ടമാകുന്നത് എന്ന് ചോദിക്കാണ്. രവിയേട്ടാ, ഞാൻ പറഞ്ഞല്ലോ, ഒന്നുകിൽ ഇവരെന്ന സ്വർണം മുക്കുവണ്ടം ആയിരിക്കാം, അല്ലെങ്കിൽ ഇവര് പോയ വഴിക്ക് ആ സ്വർണം മാറ്റിയൊരു മുക്കുവണ്ടം എടുത്ത് മനഃപൂർവ്വം എന്നെ കള്ളിയാക്കായിരിക്കും. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ദേ അമ്മയായി പോയി, അല്ലെങ്കിൽ ഞാൻ നല്ല വർത്താനം പറഞ്ഞേനെ. പറയുന്നത് കേട്ടില്ല അച്ഛാ, ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ആ സ്വർണം കൊണ്ട് എന്റെ മുത്തശ്ശിക്ക് ഒരു സമ്മാനം വാങ്ങി കൊടുക്കാന്നാ ഞാൻ കരുതിയത്. അവസാന നിമിഷം അതെല്ലാം പാളിപ്പോയി. ഒന്നുമില്ലാത്തതിനെ പോലെ നിൽക്കേണ്ടി വന്നില്ലേ എന്നൊക്കെ പറയാണ്.
അപ്പോ അച്ഛൻ പറയുന്നുണ്ട്, ബാക്കി എല്ലാരും കൊടുത്തതിനെക്കാട്ടിലും വിലമതിക്കാത്ത സമ്മാനല്ലേടാ നീ അച്ഛമ്മയ്ക്ക് കൊടുത്തത്, പിന്നെ എന്തിനാ വിഷമിക്കുന്നത്? എങ്കിലും 5 ലക്ഷം രൂപ അടുത്തുള്ള സ്വർണം ഉണ്ടായിരുന്നു, രേവതി മോളുടെ സ്വർണം. അതെവിടെ പോയെന്ന് എന്തായാലും കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. നമുക്ക് പോലീസിലൊരു കംപ്ലൈന്റ് കൊടുത്താലോ എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര പറഞ്ഞിട്ട്, അയ്യോ അതൊന്നും വേണ്ട. എന്താ ചന്ദ്രയെ കൊടുത്ത എന്താ കുഴപ്പം? എന്റെ പൊന്നു രവിയേട്ടാ, അത് എന്റെ കയ്യിലല്ലേ ഇരുന്നത്. ഇവള് തരുന്നതിന് മുമ്പ് മുക്കുകൊണ്ടാക്കി തന്നാണോന്നൊക്കെ ആർക്കറിയാം. അങ്ങനെയാണെങ്കിൽ എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോയില്ലേ? ഇനിയിപ്പോ എന്നെ അറസ്റ്റ് ചെയ്തോണ്ട് പോണോന്നാണെങ്കിലേ കൊണ്ട് കേസ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് ചന്ദ്ര അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോവാണ്. സച്ചി പറയുന്നുണ്ട്, അച്ഛാ അതൊന്നും വേണ്ട, ഞാനേ എന്താന്ന് വെച്ചാല് തീരുമാനിച്ചോളാം. ഇതെന്തായാലും ഞാൻ കണ്ടുപിടിക്കച്ചാ. ഞാനങ്ങനെ വെറുതെ വിടാനൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. എന്താണെങ്കിലും എനിക്കിത് അറിയണം എന്ന് പറയാണ്. ശ്രുതിയാണെങ്കിൽ ആകെപ്പാടെ നിന്ന് വേർത്ത് കുളിക്കാണ് കേട്ടോ. അങ്ങനെ ഓരോരുത്തരും അവരവരുടെ മുറിയിലേക്ക് പോവാണ്. ചന്ദ്ര ആകെപ്പാട് ടെൻഷൻ അടിച്ച് മുറിയിൽ പോയിരിക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ ശ്രുതിനെ കൂട്ടി ശ്രുതിയാണെങ്കിൽ അവളുടെ മുറിയിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ചോദിക്കാണ്, എന്താ ശ്രുതി, നിന്റെയും ആനയുടെയും മുഖത്ത് നല്ല കളലക്ഷണം ഉണ്ടല്ലോ. അത് മാത്രമല്ല നീ അവിടുന്ന് വേർക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചതാ. എന്താ സത്യം പറ എന്ന് പറയുമ്പോൾ, അയ്യോ എനിക്കൊന്നും അറിയില്ല ശ്രുതി, ഞാനൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, അല്ല നീ എന്തോ കള്ളത്തിൽ ഒപ്പിച്ചിട്ടുണ്ട്, സത്യം പറ. അയ്യോ ഇല്ല ശ്രുതി, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്ത് പറഞ്ഞാലും അവസാനം അവന് എന്റെ മണ്ടക്കിൽ ഇടാറ്, അതുകൊണ്ട് ഞാൻ ഇച്ചിരി ടെൻഷൻ കാണിച്ചതാ, അല്ലാതെ വേറെ ഒന്നുമില്ല എന്നൊക്കെ പറയുമ്പോൾ, അല്ലാതെ വേറെ ഒന്നുമില്ലല്ലോ. ഇല്ല ശ്രുതി, നീ എന്നെ വിശ്വസിക്കുക എന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്നിട്ടാണെങ്കിൽ ചന്ദ്ര മുറിയിൽ ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ രവി വന്നിട്ട് പറയുന്നുണ്ട്, എന്താ ചന്ദ്രേ എന്താ സംഭവിച്ചത്, നീ എന്നോട് സത്യം പറ എന്ന് പറയുമ്പോൾ, എന്റെ രവിയേട്ടാ ഞാൻ പറഞ്ഞല്ലോ എനിക്കറിയില്ല, അവൾ തന്ന പാടെ ആ സ്വർണം കൊണ്ടുതാ ഞാൻ ഈ കബോർഡിലല്ലേ വെച്ചത്, അത് പൂട്ടിയും വെച്ചിരിക്കായിരുന്നു. പിന്നെ ഇന്നാണ് നിങ്ങൾ പറഞ്ഞപ്പോഴാ ഞാൻ ആ സ്വർണം എടുത്തത്, ആ ബർത്ത്ഡേ ഫംഗ്ഷൻ്റെ അന്ന്, അല്ലാതെ എനിക്കറിയില്ല രവിയേട്ടാ എന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെ അത് മാറി, എന്തായാലും സത്യം ഒരു നാൾ തെളിയുമല്ലോ എന്നൊക്കെ രവിയും പറയാണ്. വർഷയും ശ്രീകാന്തും പറയുന്നുണ്ട്, ഇതിൽ എന്തൊക്കെയോ കള്ളത്തരമുണ്ട്. സച്ചേറിന് രേവ ചേച്ചിയും എന്തായാലും കള്ളം പറയില്ല. അവർ ആ സ്വർണം കൊണ്ട് ജ്വല്ലറിലേക്ക് പോയ സമയത്ത് അറിയാത്തവരെങ്ങാനും ആയിരുന്നെങ്കിൽ അവരെ ഇപ്പൊ അറസ്റ്റ് ചെയ്തേനെ, വാർത്ത വരെ ആയേനെ. എന്തോ ദൈവഭാഗ്യം കൊണ്ടാ അങ്ങനൊന്നും സംഭവിക്കാതിരുന്നത്. അതിന് പിന്നിൽ ആരാണെങ്കിലും ആ തെളിയിക്കണമല്ലോ ശ്രീകാന്ത് എന്ന് പറയാണ്. അപ്പോഴേക്കും സച്ചിൻ രേവതിയും ഞങ്ങൾ അകത്തോട്ട് വന്നോട്ടെ എന്ന് ചോദിക്കാണ്. അതെന്താ ചേച്ചി അങ്ങനെ ചോദിച്ചത്, കയറി വായെന്ന് വർഷ പറയുന്നുണ്ട്. അപ്പോൾ വർഷ പറയാണ്, ചേച്ചി ഞങ്ങൾ ആ കാര്യത്തെ പറ്റി സംസാരിക്കായിരുന്നു, എന്തായാലും നിങ്ങളത് മാറ്റില്ലാന്ന് ഞങ്ങൾക്കറിയാം, പിന്നെ ആ സ്വർണം എങ്ങനെ പോയിന്നാ ഞങ്ങൾക്ക് അറിയേണ്ടത് എന്ന് പറയുമ്പോൾ സച്ചി പറയാണ്, ഡോറൊക്കെ അടിച്ച് സച്ചി പറയുന്നുണ്ട്, എനിക്കൊരാളെ സംശയമുണ്ട്, അത് സുധീനെയാണ് എന്ന് പറയുമ്പോൾ വർഷ ചോദിക്കാണ്, അതിന്റെ സച്ചേട്ടാ അങ്ങനെ പറഞ്ഞത്? അല്ല വർഷേ, നീ ഒരു കാര്യം ശ്രദ്ധിച്ചോ, കഴിഞ്ഞിടയിൽ ഈ 5 ലക്ഷം രൂപയുടെ കേസ് ഇവിടെ പറഞ്ഞത് പലതവണ, നീ ഓർക്കുന്നുണ്ടോന്ന് ചോദിക്കുമ്പോൾ വർഷ പറയാണ്, ശരിയാ ശ്രീകാന്തേ, അന്ന് ഓർക്കുന്നുണ്ടോ, കമ്പനിയിൽ നിന്ന് അയാൾക്ക് സുധീരേട്ടന് ലാഭം കിട്ടിയെന്ന് പറഞ്ഞുകൊണ്ട് 5 ലക്ഷം രൂപ കൊണ്ടുവരികയും അതിന് 1 ലക്ഷം രൂപ ചന്ദ്രയാന്റിക്ക് കൊടുക്കുകയും ചെയ്തത് ഓർക്കുന്നില്ലെന്ന് ചോദിക്കാണ്. സച്ചി പറഞ്ഞിട്ട്, അതേ വർഷേ അത് തന്നെ, അന്ന് നീ ഓർക്കുന്നുണ്ടോ? അന്നാണെങ്കിൽ ഈ പണം സുധി കൊണ്ടുവന്നിട്ട് അമ്മയുടെ മുഖത്ത് ഒരു തരി പോലും സന്തോഷമില്ലായിരുന്നു, ഒരുമാതിരി ദേഷ്യഭാവമായിരുന്നു. സുധിക്കാണെങ്കിലും വലിയ സന്തോഷം തന്നെയല്ലായിരുന്നു. നമ്മളൊന്ന് ചോദിച്ചത് ഓർക്കുന്നില്ലേ എന്ന് പറയാണ്. ശരിയാ, എനിക്കും അത് തോന്നുന്നുണ്ട്, അന്ന് 5 ലക്ഷം രൂപയുടെ കേസിൽ എന്തൊക്കെയോ മിസ്റ്റേക്കുകളുണ്ടെന്ന് എനിക്കും അത് തോന്നിയതാണ് എന്നിവർ പരസ്പരം പറയുന്നുണ്ട് കേട്ടോ. രേവതി പറയാണ്, അങ്ങനെ സുധി ആയിരിക്കും മുക്കുവണ്ടമാക്കിയത്. അപ്പോ സച്ചി പറയുന്നുണ്ട്, എന്തായാലും നമ്മളത് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടിരിക്കുന്നു, അതുകൊണ്ട് ഉറപ്പായും നമ്മൾ അന്വേഷിക്കും എന്ന് പറയാണ്. അപ്പൊ വർഷ പറയുന്നുണ്ട്, ഞാനെങ്കിലേ ഒരു ഐഡിയ പറയാം, നമുക്ക് ആ രീതിക്ക് ഒന്ന് മുമ്പോട്ട് പോയി നോക്കിയാലോ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ പിറ്റേ ദിവസം ഇവര് ശ്രീകാന്തിന്റെ ഹോട്ടലിൽ വെച്ച് ഒത്തുകൂടാണ് കേട്ടോ 4 പേരുടെ. അങ്ങനെ നമ്മുടെ വർഷ പ്ലാൻ ചെയ്യുന്നുണ്ട്, വേറൊരു സിമ്മിൽ നിന്നും സുധിയെ വിളിക്കാൻ പ്ലാൻ ചെയ്യാണ്. അങ്ങനെ ഇവര് സുധിയെ വിളിക്കാൻ കേട്ടോ. സുധിയെ വിളിച്ചിട്ട്, സാറന്ന് കുറച്ച് ഗോൾഡ് ഓർണമെന്റ്സ് ഒക്കെ മേടിച്ചില്ലായിരുന്നു, ഗോൾഡ് കവറിങ്, ആ കടയിൽ നിന്നാണ് വിളിക്കുന്നത് എന്ന് പറയുമ്പോൾ സുധി അന്ന് ആകെപ്പാട് ഞെട്ടുകയാണ് കേട്ടോ. സുധി പറഞ്ഞിട്ട്, ഏയ് ഞാൻ വാങ്ങിച്ചിട്ടില്ല, എന്താ സാർ ഇത്, സാർ ഫോണിൽ കുറെ ഫോട്ടോ കൊണ്ടുവന്നിട്ട് കുറച്ച് സാധനമൊക്കെ മേടിച്ചില്ലേ, അതിന്റെ കസ്റ്റമർ റിവ്യൂ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിളിച്ചതാ, അതെങ്ങനെയുണ്ട്, സാറിന് സാറ്റിസ്ഫിക്കേഷൻ ആയോ, ഇപ്പോൾ കുറച്ച് നാളല്ലേ ആയിട്ടുള്ളൂ, അതിന്റെ കളറ് പോയോ, അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ഫീഡ്ബാക്കിന് വേണ്ടി വിളിച്ചതാണെന്ന് പറയുമ്പോൾ സുധി പറഞ്ഞിട്ട്,
ഇല്ല, ഞാൻ അങ്ങനൊന്നും മേടിച്ചിട്ടില്ല. വെറുതെ ആവശ്യമില്ലാതെ എന്നെ കോള് ചെയ്യരുത്. സ്കാം ആണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി ഇങ്ങോട്ട് വിളിച്ചാൽ ഞാൻ കംപ്ലൈന്റ് ചെയ്യും എന്നും പറഞ്ഞ് ഫോൺ പെട്ടെന്ന് കട്ടാക്കാണ്. വർഷ പറയുന്നുണ്ട്, ഇല്ല പിടി തന്നില്ല, കട്ടാക്കിട്ട് പോയി എന്ന് പറയുന്നുണ്ട് കേട്ടോ. സച്ചി പറയാണ്, അവൻ പഠിച്ച കള്ളനാ, 6 ഡിഗ്രി എടുത്തവനല്ലേ, അപ്പൊ അതിനുള്ള തലയൊക്കെ അവന് കാണും എന്ന് പറയുന്നുണ്ട്. ഇതേ സമയത്ത് ഷോറൂമിൽ നിന്നും വെപ്രാളം പിടിച്ചുകൊണ്ട് ഓടി സുധിയാണെങ്കിൽ നേരെ വീട്ടിലേക്ക് വരികയാണ്. ഓടി വന്ന് അമ്മയും കയറ്റി മുറിക്ക് ഒരു കഥ അടയ്ക്കുന്നുണ്ട്. എന്താ നീ കാണിക്കുന്നത്? നീ എന്തിനെ വെപ്രാളം പിടിച്ച് ഓടി വരുന്നത്? അമ്മേ, അത് പിന്നെ ആ വർഷയാണോ ആരാണെന്ന് തോന്നില്ല, പക്ഷെ രേവതിയല്ല, ഇംഗ്ലീഷിലൊക്കെ സംസാരിച്ചത്. ഗോൾഡ് കവറിങ് കടയിൽ നിന്ന് വിളിക്കുകയാണെന്നും അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെന്നൊക്കെ എന്നോട് ചോദിച്ചു. അപ്പോ ഞാനൊന്നും വിട്ടു പറഞ്ഞില്ല. കംപ്ലൈന്റ് എന്ന് പറഞ്ഞ് കട്ടാക്കി. എടാ രേവതിയാണോ? അല്ലമ്മേ, ഇംഗ്ലീഷിലാണ് സംസാരിച്ചത്. രേവതിക്ക് ഇംഗ്ലീഷൊന്നും അറിയില്ലല്ലോ എന്ന് പറയാണ്. എടാ പൊട്ട, നീ എന്നിട്ട് എന്തെങ്കിലും വിട്ടു പറഞ്ഞോ? ഇല്ലമ്മേ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ അവർക്ക് എന്നെ സംശയം ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാ. കാരണം അന്ന് അവർ ജ്വല്ലറിയിൽ പോയതിട്ട് എന്നെ ഒരുമാതിരി നോട്ടം നോക്കുകയാണ്. സച്ചിൻ രേവതി എനിക്ക് ഉറപ്പാമേ, അവർക്ക് മനസ്സിലായി കാണും. അവർക്ക് മനസ്സിലായൊന്നും കാണില്ല. നീ അങ്ങോട്ട് പോയിട്ട് തല വെച്ച് കൊടുക്കാതിരുന്നാ മതി എന്നൊക്കെ ചന്ദ്രനെ പറയാൻ കേട്ടോ. അങ്ങനെ വർഷ പറയുന്നുണ്ട്, ഇയാൾക്ക് മനസ്സിലായിട്ടുണ്ട്, അല്ലെങ്കിലേ ഇങ്ങനെയൊന്നും പെരുമാറില്ല. നല്ല വെപ്രാളം ഉണ്ടായിരുന്നു. ആദ്യം കുറച്ചു നേരം ഒന്നും മിണ്ടാതിരിക്കായിരുന്നു. ഏതെങ്കിലും വഴിയെ കൂടി നമുക്ക് പൂട്ടാമെന്ന് പറയുന്നുണ്ട്. സച്ചി പറയാണ്, അങ്ങനെ വിട്ടുവെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. 5 ലക്ഷം രൂപയാ. ഞങ്ങൾക്ക് മുറി പോലും പണയമെടുക്കാതെ ഞങ്ങൾ ആ പണം, ആ സ്വർണം വേണ്ടെന്ന് വെച്ചിരിക്കായിരുന്നു. എന്റെ അച്ഛമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീണ്ടും ചോദിച്ചത്. അങ്ങനെ അവൻ മിടുക്കനാവണ്ട. ഉള്ളതെല്ലാം അവനാ കൊണ്ടുപോയത്. 50 ലക്ഷം രൂപയും വീട്ടിലെ ഞങ്ങൾക്ക് ഒരു മുറി പോലും ഇല്ല. ആ അവസ്ഥയിലാ ഞങ്ങൾ കിടക്കുന്നത്. എന്റെ രേവതി ആയതുകൊണ്ടാ ഇതെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ അറിയായിരുന്നു എന്നൊക്കെ സച്ചി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സച്ചി മഹേഷോട് സംസാരിക്കുന്നുണ്ട്. സച്ചി വീട്ടിലെ കാര്യങ്ങളെല്ലാം ഇങ്ങനെ മഹേഷിനോട് പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് സംഭവിച്ചത്. ആ സ്വർണം എവിടെ പോയിന്ന് ഒരു പിടുത്തോ ഇല്ല എന്നൊക്കെ പറയുമ്പോൾ മഹേഷ് പറയുന്നുണ്ട്, നമുക്കതൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്നൊക്കെ പറയാൻ കേട്ടോ. അങ്ങനെ നമ്മുടെ രേവതി ആണെങ്കിൽ സച്ചിയോട് പറയാണ്, അല്ല എന്ത് സംഭവം ഉണ്ടായാലും ബാമ ആന്റിയോട് ഉറപ്പായിട്ട് അമ്മ പറയും. നമുക്ക് വന്ന് ചോദിച്ചു നോക്കിയാലോ എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നുണ്ട്, അത് ശരിയാ, നമുക്ക് വന്ന് ചോദിച്ചു നോക്കാം. അങ്ങനെ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഇവർ നേരെ ബാമയുടെ വീട്ടിലേക്ക് ചെല്ലാണ്. ആഹാ, ഇതാരാ? സച്ചിൻ രേവതിയോ? കേറി വാ എന്നും പറഞ്ഞ് അകത്തേക്ക് ഇരുത്തുന്നുണ്ട്. അല്ല, എന്താ പതിവില്ലാതെ? ഏയ് ഒന്നുമില്ല, ഞങ്ങള് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിക്കാൻ ഇറങ്ങിയതാ. അപ്പോഴാ ഇവിടെ ബാമേനയുടെ കാര്യം ഓർത്തത്. ഒന്നുകൊണ്ട് കണ്ടിട്ട് പോവാന്ന് കരുതി. തീർത്ഥാടനത്തിനൊക്കെ പോയിട്ട് വന്നതല്ലേ, കുറെ നാളായില്ലേ കണ്ടിട്ട്, അങ്ങോട്ട് വന്നോ ഇല്ലല്ലോ എന്ന് രേവതി പറയുന്നുണ്ട്. അത് പിന്നെ മോളെ, ഞാൻ കുറച്ച് തിരക്കായി പോയി, അതുകൊണ്ടാ. ദാ ആന്റിക്ക് ഞങ്ങള് ഇത് തരാൻ വന്നതാ. ആഹാ, ഞാൻ പോയി ജ്യൂസ് എടുക്കട്ടെ? അയ്യോ ആന്റി, അതൊന്നും വേണ്ട. അല്ല, ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ആന്റിക്ക് ഞങ്ങളെ ഭയങ്കര ഇഷ്ടമല്ലേ? എന്താ മോളെ അങ്ങനെ ചോദിച്ചത്? അല്ല, എന്റെ അമ്മായിമ്മയെ പോലൊന്നും അല്ല. ആന്റിക്ക് എന്നോട് ചില സമയത്തൊക്കെ നല്ല സോഫ്റ്റ് കോർണറാ, നല്ല സ്നേഹമുണ്ട്, അതെനിക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോ സച്ചി പറയുന്നുണ്ട്, അമ്മ എന്നെ കുറ്റപ്പെടുത്തുമ്പോഴൊക്കെ ആന്റി വന്ന് എന്നെ സമാധാനിപ്പിക്കാറുണ്ട്, എന്നെ ഒത്തിരി ആശ്വസിപ്പിക്കാറുമുണ്ട്, ഞാനതൊക്കെ ഓർക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ അതൊക്കെ കഴിഞ്ഞ കാര്യമില്ലേ സച്ചി. ചന്ദ്ര അങ്ങനെ ഒരു സ്വഭാവമായിപ്പോയി. അവക്ക് സ്വർണം പണം ഇതിനോടൊക്കെയാണ് മൂല്യം. നിനക്കതൊക്കെ അറിയാലോ, സാരമില്ല, അതൊക്കെ മാറിക്കോളും, അമ്മയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഇവളാണെങ്കിൽ ബാമയാണെങ്കിൽ ഇവരെ ആശ്വസിപ്പിക്കുകയാണ് കേട്ടോ. ഈ ഒരു സമയത്ത് ശ്രുതിയാണെങ്കിൽ ചന്ദ്രയോട് പറയുന്നുണ്ട്, അമ്മേ, എന്റെ ഒരു ഊഹം ശരിയാണെങ്കിൽ അവർ അടുത്തായിട്ട് പോകുന്നത് ബാമേനയുടെ വീട്ടിലായിരിക്കും, ഉറപ്പായിട്ട് അവരവിടെ ചെല്ലും അമ്മേ എന്ന് പറയുമ്പോൾ ചന്ദ്ര പറയുന്നുണ്ട്, ശരിയാ, അവക്കെല്ലാം അറിയാം, ഇവര് പോയിട്ട് എന്തെങ്കിലും പറഞ്ഞാലേ അവൾ അറിയാതെ പറഞ്ഞു പോവും എന്ന് പറയാൻ കേട്ടോ. ഈ സമയത്ത് സച്ചി അവിടെ ഇരുന്നിട്ട് കുറെ കഥകളൊക്കെ ഇങ്ങനെ ബാമയെ പറഞ്ഞ് കേൾപ്പിക്കുകയാണ്. ഇവർ നേരത്തെ ഓൾറെഡി പ്ലാൻ ചെയ്തിട്ട് വന്നതാണല്ലോ. സച്ചി പറയുന്നുണ്ട്, ഇതുപോലെ ഞങ്ങൾക്കൊരു മുറിയില്ല, ടെറസിലും ഹാളിലും ഒക്കെ ആയിട്ടാണ് കിടക്കുന്നത്, എന്നിട്ട് പോലും ഞങ്ങൾ ആ സ്വർണ്ണം എടുത്തല്ല. പക്ഷെ ഇപ്പൊ ആ സ്വർണം മുക്കൊണ്ടുമായി പോയി, ആരെടുത്തെന്ന് ഞങ്ങൾക്കറിയില്ല. ആന്റി, അമ്മ എന്താണെങ്കിലും ആന്റിയോട് പറയുമെന്ന് ഞങ്ങൾക്കറിയാം. അതുകൊണ്ട് ആന്റി ദയവ് ചെയ്ത് സത്യം പറയോ, എന്നെ ഒരു മോനെ പോലെ കരുതോ, ദാ ഇവള് സ്വന്തം മോളെ പോലെ കണക്കാക്കി ഞങ്ങളുടെ സത്യം പറയോ എന്നൊക്കെ പറയാം കേട്ടോ. അപ്പൊ ഇവരുടെ ആ സ്നേഹപ്രകടനത്തിലൊക്കെ ഭാമ വീരാണ്. ഭാമയാണെങ്കിൽ അത് പിന്നെ സച്ചി ആ സ്വർണം എന്ന് പറയുമ്പോഴേക്കും കതകം തുറന്ന് ചന്ദ്ര ഭാമേ എന്ന് വിളിക്കാണ്. ഇത് കേട്ട് ഭാമ ഞെട്ടി എഴുന്നേക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും ഞെട്ടി എഴുന്നേക്കാണ്.
ചന്ദ്ര ചോദിക്കാണ്, ആഹാ നിങ്ങൾ രണ്ടോ എന്താ ഇവിടെ? അല്ല അമ്മ എന്താ ഇവിടെ? ഞാൻ എപ്പോഴും ബാമയെ കാണാൻ വരാറുള്ളതാണല്ലോ. ആ ഞങ്ങളും ചുമ്മാ ഇതുവഴി പോയപ്പോ ആന്റി ഒന്ന് കണ്ടേക്കാന്ന് കരുതിയതാ. ആ ആ അല്ല എന്താ ഈ ഫ്രൂട്ട്സ് ഒക്കെ ആയിട്ട്? അതാ ഞങ്ങൾ പറഞ്ഞത്, ഫ്രൂട്ട്സ് കിട്ടിയപ്പോ ഇച്ചിരി ആന്റിക്കും കൊടുത്തേക്കാന്ന് കരുതി, പിന്നെ കുറച്ചു നേരം സംസാരിച്ചിരിക്കാന്ന് കരുതി, കുറെ നാളായാലോ കണ്ടിട്ട് എന്ന് സച്ചി പറയുന്നുണ്ട്. അല്ല നിനക്ക് നോട്ടമില്ലേ, നിനക്കത് പൂവിക്കാൻ പോകണ്ടേ എന്ന് ചോദിക്കുമ്പം ഉണ്ട് ഞങ്ങൾ പോവാ. എന്നാൽ ശരി ആന്റി, ഞങ്ങൾ പിന്നെ വരാം എന്നും പറഞ്ഞിട്ട് പോവാൻ കേട്ടോ. ഈ സമയത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് രേവതി പറയുന്നുണ്ട്, ഞാൻ പറഞ്ഞില്ല സച്ചേട്ടാ, കൃത്യം മണം പിടിച്ച് അമ്മ വന്നതാ. നമ്മൾ അടുത്തതായിട്ട് ഇങ്ങോട്ട് വരുമെന്ന് അമ്മയ്ക്ക് എങ്ങനെയാ ന്യൂസ് കേട്ടിട്ടുണ്ട്, അതുകൊണ്ടാ അമ്മ ഓടിപ്പാഞ്ഞ് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പൊ രേവതി, ഞാൻ പറഞ്ഞത് സത്യമാണ്, ഈ കേസിൽ അമ്മയും ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ചന്ദ്ര പോയിട്ട് ഭാമയോട് ചോദിക്കുന്നുണ്ട്, നീ എന്തെങ്കിലും വിളിച്ചു കൂവി പറഞ്ഞോ? ഇല്ല ഞാൻ പറഞ്ഞില്ല, പക്ഷെങ്കില് ഒരു സെക്കൻഡ് നീ വൈകിയിരുന്നെങ്കിലേ എല്ലാം ഞാൻ പറഞ്ഞനെ. രണ്ടുപേരും എന്നെ കുറെ കൺവിൻസ് ചെയ്തു, കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ എനിക്ക് സങ്കടം വന്നു. ഞാൻ അങ്ങനെ എല്ലാ സത്യങ്ങളും പറയാൻ തുടങ്ങായിരുന്നു. അപ്പോഴാണ് നീ എന്നെ വിളിച്ചത്. എന്റെ പൊന്നു ഭാമേ, അവര് പല വഴിയിലും പല ഇതിലുകൂടി നടന്ന് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സ്വർണ്ണം ആരാ പണയം വെച്ചെന്ന്. വിറ്റേന്ന് നിനക്കറിയാലോ, അതെങ്ങാണ് രവിയേട്ടൻ അറിഞ്ഞ ആ നിമിഷം രവിയേട്ടൻ എന്നെ ഡൈവോഴ്സ് ചെയ്യും, നിനക്കറിയാലോ എന്നൊക്കെ പറയാണ്. ദയവ് ചെയ്ത് പറയരുത്, എനിക്കും സുധിക്കും നിനക്ക് മാത്രമേ ഈ കാര്യം അറിയുള്ളൂ, നീ എന്നെ ചതിക്കല്ലേ എന്ന് പറയാണ്. എന്റെ പൊന്നു ചന്ദ്രൻ, ഇതുപോലെ ഒന്ന് ചോദിച്ചാ ഞാൻ അറിയാതെ പറഞ്ഞു പോകും, നീ പറയരുത്, നീ പറയാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും അവളിങ്ങനെ കർശനമായിട്ട് ഭാമയോട് പറയുന്നുണ്ട്. ആകെപ്പാട് ടെൻഷൻ അടിച്ച് നമ്മുടെ സച്ചിൻ രേവതിയുടെ പുറത്തിറങ്ങിയൊക്കെ ആ ഒരു സൈഡിൽ നിൽക്കായിരിക്കും. ഈ സമയത്ത് മഹേഷ് വിളിക്കുന്നുണ്ട്, എടാ ഞാൻ നിന്റെ പറഞ്ഞില്ലേ എനിക്കൊരു ഫ്രിഡ്ജ് കാണാന്ന്, അതിന് 5000 രൂപ എൻ്റെ കയ്യിലുള്ളൂ, നീ എൻ്റെ കൂടെ നിന്ന് വരാവോ നല്ലത് നോക്കിയെടുക്കാനായിട്ട്? എടാ ഞാനിപ്പോൾ തിരക്കാം, നീ ഒന്ന് വെച്ചേ എന്നും പറഞ്ഞിട്ട് മഹേഷിന്റെ ഫോൺ അവൻ കട്ടാക്കാണ്. അപ്പൊ രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചേട്ടാ ഇത്? അവർക്ക് നമുക്ക് എന്തുമാത്രം സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ, എന്നിട്ടിപ്പോ ഇങ്ങനെ കട്ടാക്കിയാലോ? മഹേഷേട്ടനൊക്കെ നമുക്ക് എന്തുമാത്രം ഹെൽപ്പ് ചെയ്തിട്ടുള്ളതാ, അവരെ വിളിക്കുമ്പോൾ ഇങ്ങനെയാണോ പറയേണ്ടത് എന്ന് രേവതി ചോദിക്കാണ്. രേവതി, ഞാൻ ആകെപ്പാടെ ടെൻഷൻ അടിച്ച് വല്ലാത്തൊരവസ്ഥയിൽ നിൽക്കാണ്, അതാരാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം, മാനസികമായി ഞാൻ തകർന്നു നിൽക്കുന്ന അവസ്ഥയാ. സച്ചേട്ടാ മഹേഷേട്ടൻ്റെ കൂടെ ഒന്ന് ചെല്ല്, ഞാൻ പൂവിക്കാനും പോവാം. ഇങ്ങനെ ഇതിന്റെ പുറകെ നടന്ന് നമ്മുടെ ഇതും കൂടെ കളയണോ? നമ്മുടെ സമയം കൂടെ കളയേണ്ട കാര്യമില്ല, അതെന്തായാലും പുറത്തു വരിക തന്നെ ചെയ്യും. അങ്ങനെ രേവതി പൂവിക്കാനായിട്ടും സച്ചിയാണെങ്കിൽ മഹേഷിൻ്റെ അടുത്തേക്കും പോവാണ്. മഹേഷിൻ്റെ അടുത്തേക്ക് പോയിട്ട്, എടാ ഞാൻ പറഞ്ഞില്ലായിരുന്നു ആ സ്വർണത്തിൻ്റെ കാര്യം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഓടി നടക്കുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കോള് കട്ടാക്കിയത്, വല്ലാത്ത മാനസികമായിട്ട് ബുദ്ധിമുട്ടിലാടാ എന്നൊക്കെ പറയാണ്. എനിക്കിത് മനസ്സിലായടാ, നിനക്കറിയാലോ വീട്ടിലെ അവസ്ഥ, എൻ്റെ കയ്യിലാണെങ്കിൽ ആകെപ്പാടെ 5000 രൂപയുള്ളൂ. അപ്പോഴാണ് ഞാനൊരു ന്യൂസ് കണ്ടത്, നീ ഈ വാർത്ത കണ്ടോ എന്നും പറഞ്ഞിട്ട് ഒരു പോസ്റ്റർ കാണുകയാണ്. ഇവിടെ മതിലും ഈ പോസ്റ്ററിലെല്ലാം പോസ്റ്റർ അടിച്ചു വെച്ചിരിക്കുകയാണ്. ഒരു കടയിൽ 5000 രൂപയ്ക്കും 10000 രൂപയ്ക്കും ഒക്കെ 10,000, 10,000, 20,000 രൂപയുടെ വിലയുള്ള നല്ല ഒറിജിനൽ കമ്പനി സാധനങ്ങളൊക്കെ 5000 രൂപയ്ക്ക് കൊടുക്കുന്നെന്ന്. 5000 രൂപയ്ക്കോ? അത് നിങ്ങൾ തട്ടിപ്പായിരിക്കും. അല്ലടാ സച്ചി, ഇവിടുന്ന് ഒത്തിരി പേര് മേടിച്ചു, അവരുടെ പുതിയ കമ്പനി എങ്ങാണ്ട് ലോഞ്ച് ചെയ്യുന്നുണ്ടെന്ന്, അതിന്റെ പ്രൊമോഷനായിട്ടാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നെന്നാ പറയുന്നത്. നമുക്ക് അവിടെ വരെ ഒന്ന് പോയി നോക്കാം, എൻ്റെ ആണേലേ ഇത്രയും പൈസയുള്ളൂ, നമുക്കൊന്ന് വാങ്ങിച്ചു നോക്കിയാലോ എന്നും പറഞ്ഞുകൊണ്ട് സച്ചിയും മഹേഷും കൂടെ കൂടിയിട്ട് അങ്ങോട്ടേക്ക് പോവാണ് കേട്ടോ. അങ്ങനെ അവര് ആ കടയിൽ ചെല്ലുന്നുണ്ട്. കടയിൽ ചെല്ലുമ്പോൾ ഇവർ പറഞ്ഞത് ശരിയാണ്, പുതിയ എല്ലാ സാധനങ്ങളും AC ആവട്ടെ, ഫ്രിഡ്ജ് ആവട്ടെ, TV, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാം നല്ല കൂടിയ കമ്പനി, ഇത് പുതിയത് കേട്ടോ, കവർ പോലും പൊളിക്കാതെ പുതിയ സാധനങ്ങളൊക്കെ ഇരിക്കുകയാണ്. സച്ചി പറയാണ്, ശരിയാണല്ലോടാ, ഇത് വമ്പൻ ലോട്ടറി ആണല്ലോ. ഒറ്റ പൈസ ഇല്ലാതായിപ്പോയി, അല്ലെങ്കിലേ ഞങ്ങളുടെ മുറിയിലേക്ക് വേണ്ടി കുറെ സാധനങ്ങളൊക്കെ മേടിച്ചു വെക്കാമായിരുന്നു. എന്ത് ചെയ്യാനാ, ഒറ്റ പൈസ എടുത്ത അവസ്ഥയിലായിപ്പോയി. ഒരു തരം സ്വർണമോ പൈസയോ ഒന്നുമില്ല, അല്ലെങ്കിലേ ഞങ്ങളുടെ മുറിയിലേക്ക് ഇപ്പൊ വേണ്ട സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വെക്കായിരുന്നു എന്ന് പറയാണ്. പെട്ടെന്നായിരിക്കും അങ്ങോട്ടേക്ക് പോലീസ് കയറി വരുന്നത് കേട്ടോ. പോലീസ് ഓടി കയറി വരുന്നുണ്ട്. എല്ലാവരും അനങ്ങാതെ നിന്നോണം എന്ന് പറഞ്ഞ് ഡോറും ക്ലോസ് ചെയ്യാണ്. എന്താ സാറേ, എന്താ കാര്യം? ഞങ്ങളുടെ സാധനം മേടിക്കാൻ വന്നാണ് എന്ന് പറയുമ്പം, ഓഹോ മോഷണം മുതൽ തന്നെ നിനക്കൊക്കെ വാങ്ങിക്കണം അല്ലേടാ എന്ന് ചോദിക്കാണ്. അയ്യോ മോഷണം മുതലോ സാറേ, ഞങ്ങൾക്കൊന്നും അറിയില്ല എന്ന് പറയുമ്പോൾ, ഇങ്ങോട്ട് വാടാന്ന് പറഞ്ഞിട്ട് സച്ചിയെ മഹേഷിനെ സഹിതം ആ കടയിലുള്ള ഓണറിനെയും ആ സെയിൽസ്മാനെയും എല്ലാവരെയും തൂക്കിയെടുത്ത് പോലീസുകാർ കൊണ്ടുപോവാണ്. അങ്ങനെ എല്ലാവരെയും കൊണ്ടുവന്ന് ജയിലിൽ ഇങ്ങനെ സ്റ്റേഷനിൽ കൊണ്ടുവരുന്നുണ്ട്.
സച്ചി പറയാണ്, സാറേ ഞങ്ങൾക്കൊന്നും അറിയില്ല, ഞങ്ങളടുത്ത പോസ്റ്ററൊക്കെ കണ്ട അങ്ങോട്ടേക്ക് ചെന്നത് സാധനം വാങ്ങിക്കാനായിട്ട്. ഒന്നും പറയണ്ട, മര്യാദയ്ക്ക് അകത്ത് കയറടാ എന്നും പറഞ്ഞുകൊണ്ട് അകത്ത് കയറ്റിയിട്ട് ജയിൽ സ്റ്റേഷൻ ആ ഒരു സെല്ല് പൂട്ടാണ് കേട്ടോ. ഈ ഒരു സമയത്ത് അകത്ത് കയറിയിട്ട് സച്ചിയാണെങ്കിൽ ആ ഓണറോട് പറയുന്നുണ്ട്, നിനക്കൊക്കെ നാണമില്ലടാ, അടിച്ചു നിന്നെയൊക്കെ ശരിയാക്കേണ്ട സമയം കഴിഞ്ഞു. മോഷണ മുതലാണോ കൊണ്ടുവന്ന് വിൽക്കാൻ വച്ചിരിക്കുന്നത്? ഇവിടെ തന്നെ ഇവനെയൊക്കെ അടിച്ചു കൊല്ലണം എന്ന് പറയാണ്. അപ്പോൾ ആ സെല്ലിനകത്ത് സച്ചി മഹേഷും കൂടാതെ കുറച്ച് നമ്മുടെ കസ്റ്റമേഴ്സ് കൂടെ ഉണ്ട് കേട്ടോ. സാധനം വാങ്ങിക്കാൻ വന്നവരും ഉണ്ട്. ഇവർ ഓണർ സെയിൽസ്മാരും അങ്ങനെ കള്ളന്മാരായിട്ടുള്ള കുറച്ച് പേരുണ്ട് കേട്ടോ. അപ്പം ആ കള്ളന്മാർ പറയാണ്, അതെ മിണ്ടാ നിന്നില്ലെങ്കിലുണ്ടല്ലോ ഞങ്ങൾ ഇപ്പോൾ തന്നെ നീയും ഞങ്ങളുടെ കൂടെയുള്ളവരാണെന്ന് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കും. പിന്നൊന്നും പറയണ്ടല്ലോ എന്ന് ചോദിക്കാണ്. അതുകൊണ്ട് സച്ചി ഒന്നും മിണ്ടാതെ നിൽക്കാം കേട്ടോ. ഈ ഒരു സമയത്താണ് ഞെട്ടിക്കുന്നൊരു കാഴ്ച നമ്മുടെ സച്ചി കാണുന്നത്. ദാ കയറി വരുന്ന സ്റ്റേഷനിലേക്ക് നമ്മുടെ സുധി. എന്താണ് സംഭവം എന്നറിയാവോ? പണ്ട് നമ്മുടെ സുധിയുടെ കടയിൽ നിന്ന് 5 ലക്ഷം രൂപ കൊടുത്തിട്ട് സാധനങ്ങളൊക്കെ ആയിട്ട് മുങ്ങിയ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നല്ലോ. തിരിച്ചു വന്നിട്ട് ആ കാശും കൊണ്ടുപോയവര് ആ കള്ളന്മാരുടെ ഗ്യാങ് ആണ് കേട്ടോ ഇത്. അങ്ങനെ അവന്മാര് അവരുടെ സാധനങ്ങളൊക്കെ എടുത്ത കൂട്ടത്തില് ആരുടെയൊക്കെ കടയിൽ നിന്നാണ് മോഷ്ടിച്ചെന്നുള്ള കാര്യങ്ങള് പോലീസുകാരെ തത്ത പറയിപ്പിക്കുന്നതിൽ പറയിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തില് സുധീരെ പേരും പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഓണർമാരെല്ലാം പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയായിരുന്നു കേട്ടോ. ബാക്കി ഓണർമാരെല്ലാം വന്ന് അവരുടെ സാധനങ്ങളും കൊണ്ട് പോവാണ്. ഈ സമയത്ത് സുധി അങ്ങോട്ടേക്ക് ഓടിക്കയറി വരുന്നുണ്ട്. സാറേ, ഞാനും ആ ഷോപ്പിന്റെ ഓണറാണ്. എന്റെ കയ്യിൽ നിന്ന് ഉമാര് 5 ലക്ഷം രൂപയുടെ സാധനമാണ് കൊണ്ടുപോയത്. എന്നിട്ട് പണം തന്നു. ആ ഒരു കംപ്ലൈന്റ് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. പണം തന്നതിന് തൊട്ട് പിന്നാലെ വിജിലൻസ് ആണെന്നും പറഞ്ഞുകൊണ്ട് വന്ന് ആ പണം എന്റെ നിന്ന് കൊണ്ടുപോയി സാറേ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇത് കണ്ട് ഞെട്ടി വിറച്ച് നിൽക്കുകയാണ് നമ്മുടെ സച്ചിയാണെങ്കിൽ. കാരണം ഈ സംഭവങ്ങളൊന്നും വീട്ടിൽ അറിഞ്ഞിട്ടില്ലല്ലോ ചന്ദ്രയല്ലാതെ. അപ്പൊ സച്ചി സെല്ലിൽ നിന്നുകൊണ്ട് തന്നെ ആ വീഡിയോ മുഴുവൻ ഷൂട്ട് ചെയ്യാണ്. നമ്മുടെ സുധിയാണെങ്കിൽ സ്റ്റേഷനിൽ വെച്ച് പോലീസിനോട് പറയുന്നതെല്ലാം ഷൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ സുധി വന്നിട്ട് പുറത്തേക്ക് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, അയ്യോ സാറേ ഇതൊന്നും എൻ്റെ അല്ല, ഈ സാധനമൊന്നും എൻ്റെ അല്ല എന്ന് പറയുമ്പം ബാക്കി സാധനമൊക്കെ എവിടെടാ എന്ന് സെല്ലിൽ കിടക്കുന്ന അയാളോട് ചോദിക്കുമ്പം, സാറേ കുറേയൊക്കെ ഞങ്ങൾ വിറ്റുപോയെന്നോ, ആർക്കൊക്കെ വിറ്റേന്നുള്ളത് പറയടാ എന്നൊക്കെ പറയുമ്പം അതൊക്കെ രജിസ്റ്ററിലുണ്ട് എന്ന് പറയാണ്. താണെന്തായാലും കംപ്ലൈന്റ് എന്നൊക്കെ അവന്മാറാ വീട്ടിൽ നിന്ന് ഞങ്ങൾ സാധനം പൊക്കിക്കോളാം, നന്ദിയുണ്ട് സാറേ എന്നും പറഞ്ഞിട്ട് അവിടുന്ന് സുധി പോകുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി മഹേഷിനോട് പറയുന്നുണ്ട്, എടാ ദയവായിട്ടാ നിന്നെ എന്നെ മുമ്പിൽ എത്തിച്ചതും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും. ഇപ്പൊ കണ്ടോ 5 ലക്ഷം തന്നെ തെളിവ് കിട്ടിയത് കണ്ടോ എന്ന് പറയും. മഹേഷ് ചോദിക്കാണ്, എന്താടാ ഞാൻ പറഞ്ഞില്ലേ അന്ന് സ്വർണം വിറ്റത് 5 ലക്ഷം രൂപയ്ക്കായിരിക്കും. 5 ലക്ഷം രൂപയുടെ സ്വർണം ഉണ്ടായിരുന്നത്. അത് മാത്രമല്ല അന്ന് കമ്പനിന്ന് ലാഭം കിട്ടി വലിയൊരു തുകയ്ക്ക് സെയിൽ നടന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവൻ 5 ലക്ഷം രൂപ കൊണ്ട് വീട്ടിലേക്ക് വന്നില്ലേ. ഇപ്പൊ മനസ്സിലായില്ലേ അത് എവിടെ നിന്നാണെന്ന് എന്ന് സച്ചി പറയുമ്പോ മഹേഷ് പറയാണ്, അപ്പൊ നിന്റെ സ്വർണം മുക്കുകൊണ്ടവാക്കിയത് നിന്റെ ഏട്ടൻ തന്നെയാലേ? അതേടാ ഈ ഒരു തെളിവ് മതി എനിക്ക് എന്ന് സച്ചി പറയുന്നുണ്ട്. അങ്ങനെ സെല്ലിന്ന് മഹേഷിനെയും അതുപോലെ തന്നെ സച്ചിയൊക്കെ ഇറക്കാണ്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഇതുപോലെ വില കുറച്ചാണെന്ന് പറയുമ്പോഴേക്കും കുറെ അവന്മാർ ഇറങ്ങി തിരിച്ചോളും. മോഷണം മുതലാണെന്ന് അറിയില്ലേടാ എന്ന് ചോദിക്കുമ്പം, സാറേ സത്യമായിട്ട് ഞങ്ങൾക്ക് അറിയില്ല. ദാ ഇത് കണ്ടോ, ഈ ഒരു പോസ്റ്റർ ഇവന്മാര് കുറെ മതിലിലും പോസ്റ്റിലും അങ്ങനെ പല സ്ഥലങ്ങളും ഒട്ടിച്ചു വെച്ചിരിക്കാം. ഇവരുടെ കമ്പനിയുടെ പ്രമോഷൻ ആണെന്നാ പറഞ്ഞിരുന്നത്. അത് വിശ്വസിച്ചാ ഞങ്ങൾ അവിടെ ചെന്നത്. കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുവാണെങ്കിൽ ലാഭമാണല്ലോ എന്ന് കരുതി ഞങ്ങളെപ്പോലുള്ള പാവങ്ങളാ സാറേ അങ്ങോട്ടേക്ക് പോയതെന്ന് പറയുന്നുണ്ട്. ശരി ശരി എന്തായാലും പോയിക്കോ എന്ന് പറഞ്ഞ സച്ചിയെയും മഹേഷിനെയൊക്കെ ഒപ്പിടിച്ചിട്ട് അവിടുന്ന് പോലീസുകാര് പറഞ്ഞു വിടുകയാണ്. സച്ചി പറയുന്നുണ്ട്, എന്തായാലും ഈ തെളിവ് മതി എനിക്ക്, അവനെ ഞാനേ പൂട്ടാൻ പോവാ, നീ കണ്ടോ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ സച്ചി ആണെങ്കിൽ ഈ ഒരു വീഡിയോയുമായിട്ട് നേരെ രേവതിയിലേക്ക് ചെല്ലുന്നുണ്ട്. രേവതി പറയാണ്, എങ്ങനെയുണ്ട് സച്ചിയേട്ടാ, ഇത്രയൊക്കെ കള്ളത്തരം കാണിച്ചിട്ട് ഒന്നും അറിയാത്ത പോലെ നിൽക്കുന്നത് കണ്ടില്ലേ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ സച്ചിയും രേവതിയും കൂടി ഈ വീഡിയോയുമായിട്ട് നേരെ വൈകുന്നേരം സമയമാകുമ്പോഴേക്കും വീട്ടിലേക്ക് കയറി ചെല്ലാണ്. രവിയും ശ്രീകാന്തും സുധിയും ശ്രുതിയും അതുപോലെ സച്ചിയും വർഷയും എല്ലാവരും ഹാളിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ സച്ചി പറയുന്നുണ്ട്, അച്ഛാ സ്വർണം മുക്കൊണ്ടോ ആയത് എങ്ങനെയാണെന്ന് ഞങ്ങൾ കണ്ടുപിടിച്ചു എന്ന് പറയുമ്പോഴേക്കും സുധിര മുട്ടിടിക്കുകയാണ്. അത് എങ്ങനെ കണ്ടുപിടിച്ചു? അതൊക്കെ ഉണ്ടടാ, ഞങ്ങളെല്ലാം കണ്ടുപിടിച്ചു. അതെ, നമ്മുടെ ടിവിയിലെ ഒരു സിനിമയായിട്ട് ഞാൻ ഇട്ട് കാണിക്കാൻ പോവാ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി ആണെങ്കിൽ ആ ഒരു വീഡിയോ, അതായത് ഇവൻ പോലീസ് സ്റ്റേഷനിൽ നിന്ന് സംസാരിക്കുന്ന ആ ഒരു വീഡിയോ ഇട്ട് കാണിക്കാണ്.
ഇവൻ വന്നിട്ട് തൻ്റെ കടയിൽ നിന്നും 5 ലക്ഷം രൂപയുടെ സാധനം ഇതുപോലൊരു മോഷ്ടിച്ചുകൊണ്ട് പോയെന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട്. അതേ കൂടെ തന്നെ സ്തുതിയാണെങ്കിൽ പറയുന്നുണ്ട് തൻ്റെ ഭാര്യനെ കണക്ക് കാണിക്കണമായിരുന്നു, അതല്ലെങ്കിൽ തൻ്റെ ഭാര്യ തന്നോട് ദേഷ്യപ്പെടും, അതുകൊണ്ട് ഞാൻ വേറെ രീതിക്ക് പണം മറിച്ചാണ് വീട്ടിൽ കാണിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ ഒരു സംഭവങ്ങളെല്ലാം ക്ലിയർ ആയിട്ട് തന്നെ വീഡിയോയിൽ കാണുകയാണ്. അപ്പോഴേക്ക് ശ്രുതി മുമ്പോട്ട് വന്നിട്ട് എന്താ ശ്രുതി ഇതൊക്കെ സത്യമാണോ? അപ്പൊ ഇവരുടെ സ്വർണം എടുത്തത് നീയാണോ എന്ന് ചോദിക്കാണ്. ശ്രുതി അത് പിന്നെ ആ ഒരു അബദ്ധത്തിൽ സംഭവിച്ചു പോയി. അപ്പോഴേക്ക് രവി ചാടി എഴുന്നേക്കുന്നുണ്ട്. ചന്ദ്രേ എന്തായി കേൾക്കുന്നൊക്കെ? അത് പിന്നെ രവിയേട്ടാ പറയടി, എന്താണ് ഞാൻ കേൾക്കുന്നത്? രവിയേട്ടാ എന്നോട് ക്ഷമിക്കണം. ഇവൻ വന്നിട്ട് കരഞ്ഞ് കാല് പിടിച്ച് പറഞ്ഞു, അന്ന് ശ്രുതി ഇവിടെ ഇല്ലായിരുന്നു, ഒരു കല്യാണത്തിന് പോയിരിക്കായിരുന്നു. ഈ കുറെ അവന്മാര് കടയിലേക്ക് വന്ന് 5 ലക്ഷം രൂപയുടെ സാധനം മേടിച്ചു. എന്നിട്ട് ആ പൈസയുമായിട്ട് അവന്മാർ എന്നെ മുങ്ങുകയും ചെയ്തു, ഇവനെ കളിപ്പിച്ചു. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നാല് ശ്രുതിയുടെ മുമ്പിൽ ഒരു വിലയില്ലതാവുന്നും വീട്ടിൽ ആരുടെ മുമ്പിൽ ഒരു വിലയില്ലതാവുന്നൊക്കെ പറഞ്ഞ് ഇവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അതുകൊണ്ടാ ഞാൻ ആ ഒരു തെറ്റ് ചെയ്തത്. എന്ത് തെറ്റ്? അത് പിന്നെ രേവതിയുടെ സ്വർണം തൽക്കാലത്തിന് പണയം വെക്കാനാ ഞാൻ ഇവനെ കൊടുത്തത്. പക്ഷെ ഈ കാലമാടൻ ഞാൻ അറിയാതെ കൊണ്ടത് വിറ്റു. പിന്നെ വേറെ നിവൃത്തില്ല വന്നപ്പോഴാ അത് മാറ്റി മുക്കുകൊണ്ടമാക്കി വെച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ചന്ദ്ര കരയുന്നുണ്ട്. അപ്പോഴേക്കും നമ്മുടെ രവീന്ദ്രൻ ഇന്ന വരെ ചന്ദ്ര അടിച്ചിട്ടില്ലല്ലോ. ചന്ദ്രയുടെ കവളത്ത് ഞൊരണം കൊടുക്കാണ്. നീ എന്ത് വലിയ തെറ്റ് ചെയ്തെന്ന് നിനക്കറിയോ ചന്ദ്രേ എന്ന് ചോദിക്കാണ്. രവിയേട്ടാ എന്ന് പറയുമ്പോ മിണ്ടി പോവരുത് നീ എന്ന് പറയുന്നുണ്ട്. അപ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായല്ലോ ശ്രുതി, നീ അന്ന് എന്തൊക്കെ മേളവാ ഇവിടെ കിടന്ന് ഉണ്ടാക്കിയത്. നിന്റെ ഭർത്താവ് ഭയങ്കര സംഭവമാണെന്നും കുറെ ലക്ഷങ്ങൾ സമ്പാദിച്ചു എന്നൊക്കെ പറഞ്ഞ് എന്തൊരു പ്രകടനമായിരുന്നു. രേവതി പറയുന്നുണ്ട്, സച്ചിയേട്ടനെ കൊച്ചാക്കാൻ നീ മടിക്കാറില്ലല്ലോ. നിന്റെ ഭർത്താവാണ് ശരിക്കൊരു പൊട്ടൻ. 5 ലക്ഷം രൂപയുടെ സാധനമാണ് ബില്ലില്ലാതെ കൊടുത്തത് എന്നും പോരാഞ്ഞിട്ട് പറ്റിക്ക് പെട്ടിട്ട് എന്റെ സ്വർണ്ണം എടുത്തോണ്ട് പോയി വിറ്റിരിക്കുന്നു. നാണമില്ലേ നിനക്ക് എന്ന് ശ്രുതിയോട് ചോദിക്കുമ്പോ ശ്രുതി ആകെ പാടെ ചൂളിപ്പോവാൻ കേട്ടോ. ശ്രുതി വന്നിട്ട് രേവതിയോട് പറയുന്നുണ്ട്, നിങ്ങൾ വിഷമിക്കണ്ട, എത്രയും പെട്ടെന്ന് ആ 5 ലക്ഷം രൂപയുടെ സ്വർണം അത് ഞാൻ നൽകിയിരിക്കും. എവിടെ നിന്നാണെങ്കിലും അത് ഞാൻ തരുമെന്ന് ശ്രുതി പറയുന്നുണ്ട്. സച്ചി പറയാണ്, തരണം, അത് ഞങ്ങളുടെ അവകാശമാ, നിന്റെ ഔദാര്യമൊന്നും അല്ല എന്ന് പറയാൻ കേട്ടോ. ശ്രുതിയാണെങ്കിൽ കരഞ്ഞോണ്ട് മൂലയ്ക്ക് നിൽക്കാണ്. നീ എന്തിനാണ് നാണം കെട്ടവനെ കരയുന്നത് എന്നും ചോദിച്ചുകൊണ്ട് രവി പോയിട്ട് ശ്രുതി അടിക്കുന്നുണ്ട്. വീട്ടില് 9 ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ശ്രീകാന്തും സച്ചിയും കണ്ടോ എന്തുമാത്രം ഡീസന്റ് ആയിട്ടാണ് അധ്വാനിച്ച് ജീവിക്കുന്നത്. ഒരു കടയുണ്ടാക്കിയിട്ട് അതും കൂടി നശിപ്പിക്കാനുണ്ടായ സാധനം എന്നൊക്കെ പറഞ്ഞ് രവി വീണ്ടും തല്ലുന്നുണ്ട്. ശ്രുതി വന്നിട്ട് അങ്കിളെ മതി, അവൻ ചെയ്ത് തെറ്റാ, ഞാൻ പറഞ്ഞല്ലോ ആ സ്വർണം ഞാൻ തിരികെ കൊടുത്തോളാം, ഇനി ശ്രുതിയെ തല്ലണ്ട എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതിയെയും കൂട്ടി ശ്രുതി റൂമിലേക്ക് പോകുന്നുണ്ട്. അപ്പോ വർഷ പറയാണ്, സച്ചേട്ടാ അന്ന് നമ്മൾ വിളിച്ചപ്പോ ഇയാളെന്ത് ഇതായിട്ട് കള്ളത്തിനും പറഞ്ഞത്, അമ്മ കൂടി ആന്റി കൂടി അതിനെ കൂട്ടു നിൽക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. എന്ത് ചീപ്പ് ആന്റി ഇത്, ഒരു വീട്ടിൽ നിന്ന് തന്നെ ഇങ്ങനൊക്കെ കള്ളത്തിനും കാണിക്കാവോ? ഒരാളുടെ സ്വർണ്ണം വാങ്ങി വെക്കുക, പിന്നെ ഇത് മറ്റു മകന് വിൽക്കാൻ കൊടുക്കുക, എന്നിട്ടത് മുക്കുകൊണ്ട് വാക്കി തിരിച്ചു കൊടുക്കുന്നു. എന്തൊക്കെ ബോറ് പരിപാടി ചെയ്ത് ആന്റി ഒന്ന് ആലോചിച്ച് നോക്കേ. അന്ന് സച്ചേരി രേവതിയും അത് വിൽക്കാൻ കൊണ്ടുപോയതല്ലേ, അവരെങ്ങാണ് പോലീസ് പിടിച്ചിരുന്നെങ്കിലോ എന്ന് വർഷ ചോദിക്കുന്നുണ്ട്. ഒന്നും മിണ്ടാനില്ലാതെ കരഞ്ഞോണ്ടിരിക്കാട്ടോ ചന്ദ്ര. അപ്പോഴേക്ക് രവി പറയുന്നുണ്ട്, മതി, നിന്റെ കൂടെയുള്ള ജീവിതം ഞാൻ അവസാനിപ്പിക്കാണ്, സഹിക്കാവുന്നതിൽ അധികമായി. സച്ചിനെ നീ ഒന്ന് സ്നേഹിക്കോ ഒന്ന് നോക്കുപോലും ചെയ്യാറില്ല. നിനക്ക് എപ്പോഴും വലുത് ആ പെരുങ്കളനാ ശ്രുതി. അവനാണ് ഇവിടെ എല്ലാ കള്ളത്തരങ്ങളും കാണിക്കുന്നതും ഈ കുടുംബം നശിപ്പിക്കുന്നതും. 50 ലക്ഷം രൂപയാണ് അവൻ കൊണ്ട് കളഞ്ഞിരിക്കുന്നത്. അത് പോരാഞ്ഞിട്ട് ഇപ്പൊ 5 ലക്ഷം. ഇവിടെ ഉള്ളത് മുഴുവൻ നീ കൊടുക്കുന്നത് അവന് വേണ്ടിയിട്ടല്ലേ, അല്ലാതെ മറ്റു മക്കൾക്കായിട്ട് നീ എന്തെങ്കിലും മാറ്റി വെച്ചിട്ടുണ്ടോ? മക്കളെല്ലാരും തുല്യരായിട്ട് കാണണം. മതി നിന്നോടുള്ള ജീവിതം, ഇനി ഒന്നെങ്കിൽ ഞാൻ അല്ലെങ്കിൽ നീ മതി ഇവിടെ എന്നൊക്കെ പറയുമ്പോഴേക്കും സച്ചി പറയുന്നുണ്ട്, അച്ഛാ അതൊക്കെ വിട്ടേരെ, അതൊന്നും സാരമില്ല, പണം തരാന്ന് ശ്രുതി പറഞ്ഞല്ലോ, ഞങ്ങക്ക് ഞങ്ങളുടെ സ്വർണം മതി. അമ്മ എന്തായാലും മാറാൻ പോണില്ല. അമ്മയ്ക്ക് ചെറുപ്പകാലം തൊട്ടേ സുധീനെയാണല്ലോ ഇഷ്ടം. അതങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. എന്തായാലും ഇമ്മാതിരി കള്ളത്തരം കാണിക്കരുതായിരുന്നമ്മേ. ഞാനും രേവതിയും ആ കടയിൽ വെച്ച് എന്തുമാത്രം നാണം കിട്ടുമെന്നറിയാവോ? നാണം കെട്ടത് മാത്രല്ല, ഞങ്ങളെ ജയിലിലേക്കൂടെ പോകേണ്ടതായിരുന്നു. അമ്മയ്ക്ക് അപ്പൊ സന്തോഷമാവുമായിരുന്നല്ലോ എന്നും പറഞ്ഞിട്ട് സച്ചിൻ രേവതിയും അവിടുന്ന് വിഷമിച്ച് പോവാണ്. വർഷ പറഞ്ഞിട്ട്, എന്തൊരു ചീപ്പായത് ഈ ആന്റി കാണിക്കുന്നത് എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. കേട്ടല്ലോ, നീ നന്നായിട്ട് കേട്ടല്ലോ. നിന്റെ മൂത്ത മകന് വേണ്ടിയിട്ട് നീ ചെയ്യാൻ അത്രയും ചെയ്തു. പണ്ട് ആധാരം കൊണ്ട് പണയം വെച്ചു, അതിന്റെ പേരിലുണ്ടായ പുകിലൊന്നും മറന്നിട്ടില്ലല്ലോ. ഇപ്പോഴാ വീണ്ടും 5 ലക്ഷം, അതിന്റെ കൂടെ 50 ലക്ഷം.
അവനാ ഈ കുടുംബം കുട്ടിച്ചോറാക്കുന്ന മുടിയനായ പുത്രൻ എന്നും പറഞ്ഞുകൊണ്ട് രവിയും അകത്തേക്ക് കയറി പോവാണ്. അങ്ങനെ ശ്രുതിയെയും കൂട്ടിക്കൊണ്ട് മുറിയിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അവിടെ കിടന്ന് തലകാണിയൊക്കെ എടുത്ത് അവനെ കുറെ അടിക്കുന്നുണ്ട്. ശ്രുതി, നീ എന്തായി കാണിക്കുന്നേ? എന്നെ വീട് എന്തിനാ അടിക്കുന്നേ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എന്നെ അവൾമാരൊക്കെ മുമ്പിൽ നാണം കെടുത്തിയില്ലേ? ആ രേവതി എന്നോട് ചോദിച്ചത് കേട്ടില്ലേ? എപ്പോഴും നിങ്ങളെ പുകഴ്ത്തി ഞാൻ സച്ചിയെ താത്തി കേട്ടുമായിരുന്നു. ഇപ്പൊ അവർക്ക് മുമ്പിൽ ഞാൻ അപമാനത്തിൽ നിന്ന് കണ്ടില്ലേ എന്നൊക്കെ ചോദിക്കാണ്. നിങ്ങൾക്ക് അന്ന് എന്നോട് ഒരു വാക്ക് പറഞ്ഞിരായിരുന്നോ? അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമായിരുന്നോ എന്നൊക്കെ ചോദിക്കാണ്. ഇതിപ്പോ 5 ലക്ഷം രൂപ നമ്മൾ എവിടെ നിന്ന് ഒപ്പിച്ചു കൊടുക്കും എന്ന് ചോദിക്കുമ്പോ ശ്രുതി പറയുന്നുണ്ട്, നീയെ നിന്റെ ഇളയച്ചനെന്ന് വിളിച്ചു നോക്ക്, അവിടുന്ന് കാണാം പൈസ കിട്ടിയാലോ. മിണ്ടിപ്പോ വരുന്ന ശ്രുതി, എനിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. നിന്നെ വലിച്ചു കയറി അടുപ്പത്ത് വെക്കും, അതുപോലെ എനിക്ക് ദേഷ്യം വരാണ്. ഓരോ കോപ്രായങ്ങൾ ഒപ്പിച്ചുകൊണ്ടിരിക്കുക. എന്തെങ്കിലും മണ്ടത്തരം കാണിച്ചാ പിടിക്കപ്പെടാതിരിക്കാനെങ്കിലും ശ്രദ്ധിക്കണ്ടേ? ഇതിപ്പോ എല്ലാവരും അറിഞ്ഞ് ആകെപ്പാടെ നാണക്കേടായി. അവരെയൊക്കെ മുഖത്ത് ഞാനിനി എങ്ങനെ നോക്കും എന്ന് പറയാണ്. ശ്രുതി പറയുന്നുണ്ട്, അന്ന് ആ ഒരു ഇത് നടക്കുമെന്ന് ഞാൻ നിന്നോട് പറഞ്ഞല്ലേ. നടന്നില്ലെന്ന് അറിഞ്ഞെങ്കിൽ നീ എന്നെ കൊച്ചാക്കി നോക്കുമെന്നും കരുതിയിട്ടാ, വില കുറച്ച് കാണുമെന്നും കരുതിയിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. അമ്മയും ഇതിനെനിക്ക് സപ്പോർട്ട് തന്നതാ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നോടൊന്നും പറയണ്ട. ദേ ഇപ്പൊ സച്ചിൻ രേവതി പറഞ്ഞത് കേട്ടല്ലോ. എന്തൊക്കെയാ നിന്നെക്കുറിച്ച് അവര് പറഞ്ഞത്? നീ ഒരു പോങ്ങനാണ്, ഒരു പൊട്ടനാണ്, നിന്നെക്കൊണ്ട് ഒന്നിനും കഴിയില്ല, ബിസിനസ്സിന് പോലും നിന്നെക്കൊണ്ട് പറ്റില്ല എന്നൊക്കെ പറഞ്ഞത് കേട്ടില്ലേ? എല്ലാം കേട്ടിട്ട് മിണ്ടാതെ അവിടെ നിന്നോ, നാണം കിട്ടവൻ എന്നൊക്കെ പറയുമ്പോ, ശ്രുതി നീയും കൂടി എന്നെ ഇങ്ങനെ പറയല്ലേ? പിന്നെ ഞാൻ എങ്ങനെ പറയണം? ഇത്രയും കാലം നിങ്ങളുടെ ചേട്ടൻ നിങ്ങളെ കളിയാക്കിയപ്പോഴേ ഞാൻ അതൊന്നും കാര്യമാക്കി എടുത്തില്ല. പക്ഷേ ഇപ്പൊ എനിക്ക് മനസ്സിലായി, അയാളെ പറഞ്ഞതില് ഒരു തെറ്റുമില്ല. അയാൾ പറഞ്ഞ് ശരിയായ കാര്യം തന്നെയാ. നിങ്ങളൊരു പൊട്ടൻ തന്നെയാ. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ആരെങ്കിലും കാണിക്കോ? ഇത്ര പൊട്ടത്തരം ആരെങ്കിലും ചെയ്യുവോ എന്ന് ചോദിക്കാണ്. എന്റെ പൊന്നു ശ്രുതി, സത്യമായിട്ട് ഞാൻ പറയാണ്, ഞാനന്ന് നിനക്ക് വേണ്ടി അങ്ങനെയൊക്കെ ചെയ്തത്. മതി, നിർത്തിക്കോ. എന്നിട്ട് അതെന്തെങ്കിലും കിട്ടുവോ? എന്തെങ്കിലും ചാൻസ് ഉണ്ടോ? പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാവരുടെ സാധനങ്ങളൊക്കെ തിരികെ കിട്ടി. നമ്മുടെയും കൂടെ കിട്ടാനുള്ളൂ. അത് പലരുടെയും കയ്യിൽ കച്ചവടം ചെയ്ത് പോയിന്നാ പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ ആ സാധനം കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ക്യാഷ് തിരിച്ചു പിടിക്കായിരുന്നു എന്ന് പറയുന്നുണ്ട്. അന്ന് ആ 1 ലക്ഷം രൂപ ലാഭം കിട്ടിയെന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ വന്ന് എന്തൊക്കെ ഷോ ഇറക്കിയതാ എല്ലാവരുടെ മുമ്പിൽ വെച്ച്. ഇപ്പൊ അത് സച്ചി പറഞ്ഞത് കേട്ടില്ലേ? നാണക്കേട്. ഞാൻ ആകെപ്പാടെ നാണം കിട്ടുപോയി. നീ കാരണം എന്തൊക്കെയാ സുധി ഞാൻ അനുഭവിക്കുന്നത്? മലേഷ്യയിലെങ്ങാണം ഏതെങ്കിലും കോടീശ്വരനെ കിട്ടി ജീവിച്ചാ മതിയായിരുന്നു. ശ്രുതി, നീ അങ്ങനെ മാത്രം പറയരുത്. ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കുന്നില്ലേ? പിന്നെ ഭയങ്കര പൊന്നുപോലെ നോക്ക. ഒന്നും പറയിപ്പിക്കരുത് എന്നെ കൊണ്ട്. ഞാൻ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടല്ലേ ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത്. അത് മാത്രല്ല, നിങ്ങളുടെ അച്ഛമ്മ ഇങ്ങോട്ട് എഴുന്നള്ളുമ്പോഴെല്ലാം ഞാൻ അവർക്ക് വേണ്ടി ഈ വീട്ടിൽ അടിമപ്പണി ചെയ്യല്ലേ. ശ്രുതി എന്നെന്ന് സഹായിക്കെങ്കിലും ചെയ്തോ? മലേഷ്യയിൽ ജീവിക്കുന്ന വലിയ കോടീശ്വരന്റെ മോളാ ഞാൻ. എന്നിട്ട് ഈ വീട്ടിൽ വന്ന് ശ്രുതിക്ക് വേണ്ടി അടിമപ്പണി ചെയ്യാണ്. എന്നിട്ടെങ്കിലും ആ ഒരു സ്നേഹം ശ്രുതിക്കെന്നോടുണ്ടോ? ഉണ്ടെങ്കിൽ ഇങ്ങനെ ശ്രുതി എന്നെ ചതിക്കായിരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയുന്നുണ്ട്, നിന്നോടുള്ള ആ സ്നേഹം കൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടിയത്. അല്ലെങ്കിൽ നീ ആലോചിച്ച് നോക്കിയേ, ഞാൻ വന്ന് പറഞ്ഞാൽ പോരായിരുന്നോ? നിനക്ക് വിഷമാവൊന്നും കരുതിയിട്ടില്ലേ ഞാൻ ഒന്നും പറയാതിരുന്നത്? മതി, ഇനിയിപ്പൊ അങ്ങനെയൊന്നും പറയണ്ട എന്നും പറഞ്ഞ് ശ്രുതിയാണെങ്കിൽ ശ്രുതിയെ വഴക്ക് പറയാണ്. ഇനിയിപ്പോ ആ 5 ലക്ഷം രൂപ എങ്ങനെയെങ്കിലും ഒപ്പിച്ചു കൊടുത്തേ പറ്റുള്ളൂ എന്ന് ശ്രുതി പറയുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞില്ലേ ശ്രുതി, നീ എങ്ങനെയെങ്കിലും ഒന്ന് ഒപ്പിച്ചതാ. ഞാൻ എവിടെ നിന്ന് ഒപ്പിച്ചു തരാനാ? എന്റെ അച്ഛൻ ജയിലിൽ കിടന്ന അച്ഛനോട് ഞാൻ പോയിട്ട് കാശ് ചോദിക്കണോ? അല്ല, ഇവിടെ നിന്റെ കൊച്ചച്ഛനുണ്ടല്ലോ, കൊച്ചച്ഛനോട് ചോദിക്കാമല്ലോ. നാണമില്ലേ ശ്രുതി അവരോടൊക്കെ പോയിട്ട് എപ്പോഴും കാശ് ചോദിച്ചോണ്ടിരിക്കാനായിട്ട്? എനിക്ക് നാണക്കേടാണ്. അവരോർക്കില്ലേ എന്റെ ഭർത്താവിനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ലാത്തവരാണെന്ന്? അവര് പറയില്ലേ എന്റെ ഭർത്താവിന് ഒരു കഴിവും ഇല്ല, കാശും ഇല്ലാത്ത ഒരു പൊട്ടനാണെന്ന് പറയില്ലേ? അയ്യോ, അത് ശരിയാ, എങ്കിൽ ചോദിക്കണ്ട. ഞാൻ നോക്കട്ടെ, വേറെ എന്തെങ്കിലും വഴിയുണ്ടോന്ന് ഞാനൊന്ന് ആലോചിക്കട്ടെ. പിന്നെ ഈ പൈസ ഞാൻ 5 ലക്ഷം രൂപ അങ്ങോട്ട് തരാം. പക്ഷെ അതിന്റെ ഓരോ ഗഡുക്കളായിട്ട് എനിക്ക് തിരിച്ചു തരണം എന്ന് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ തന്നോളാം. കമ്പനി എന്നുള്ള ലാഭം മുഴുവനും ഞാൻ നിന്റെ ഇടയിലെ തരുന്നത്, അതുപോലെ തന്നെ തന്നോളാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ശ്രുതി ആണെങ്കിൽ നേരെ പോണത് ആന്റണിയെ കാണാനാണ്. ആന്റണി ഈ സമയത്ത് ജയിലിൽ നിന്നൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ.
ആന്റണി അന്ന് സച്ചി കൊടുത്ത അടി കാരണം മോഹമൊക്കെ നല്ല തേമ്പി ഇരിക്കുകയാണ്. ഈ സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ആന്റണീനെ പഞ്ഞിക്കിട്ടല്ലേ സച്ചി, ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഇതുവരെ ശ്രുതിനെ വിളിക്കുകയും ചെയ്തോ? എന്റെ ശ്രുതി അതിലും എന്റെ ആന്റണി അതിലും വലിയ പ്രശ്നങ്ങളൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്ത് പറയാനാ, എന്റെ ഭർത്താവ് കാരണം ഓരോ ദിവസം അവിടെ ഓരോ പ്രശ്നങ്ങളാ. അതിന് സാക്ഷിയാവാനും ആ ഇതിൽ കയറ്റാനും ഞാൻ മാത്രം. എന്താ ഇപ്പത്തെ പ്രശ്നം? ഒന്നുമില്ല, സച്ചി തന്നെയാണ് പ്രശ്നം. സച്ചിയാ എല്ലായിടത്തെയും പ്രശ്നം. അപ്പൊ ആന്റണി പറയാണ്, അതെ ഇവിടത്തെയും പ്രശ്നം സച്ചി തന്നെയാ. അവനെ എങ്ങനെയെങ്കിലും ഞാൻ ഒതുക്കും. അവനോടുള്ള എന്റെ പ്രതികാരം തീർക്കാനാ അന്ന് രേവതിയെ ഞാൻ വണ്ടി ഇടിപ്പിച്ചത്. അപ്പൊ അത് ആന്റണി തന്നെ ആയിരുന്നല്ലേ? അതെ ഞാൻ തന്നെ ആയിരുന്നു. എനിക്കിപ്പോ ഒരു പ്രശ്നമില്ല. കുറച്ചു കാലം ഞാൻ ജയിലിൽ കിടന്നു, എങ്കിലും സാരമില്ല. ജയിലിൽ കിടന്നാൽ എന്താ, അവനിട്ടൊരു കൊട്ടു കൊടുക്കാൻ പറ്റിയില്ലോ. കുറച്ചു ദിവസം അവന്റെ ഭാര്യ കാല് സുഖമില്ലാതെ കിടക്കാൻ പറ്റിയില്ലേ, അത് തന്നെ എനിക്ക് മതി. അത്ര സമാധാനം എനിക്ക് കിട്ടി. ഇതുപോലെ ഓരോ സമയത്തും അവൻട്ട് ഓരോ പണി ഞാൻ കൊടുത്തോണ്ടേയിരിക്കും. അവൻ ഈ ജീവിതത്തിൽ ഇനി സമാധാനം എന്താണെന്ന് അറിയാൻ പോകുന്നില്ല. അതിന് ശ്രുതിയുടെ ഹെൽപ്പ് കൂടി എനിക്ക് വേണം. ശ്രുതി പറയാണ്, എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാം, പക്ഷെങ്കിൽ എന്റെ പേര് പുറത്തു വരരുത്, എന്നെ പിടിക്കപ്പെടുകയും ചെയ്യരുത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആനന്ദിക്ക് വേണ്ടി എന്ത് ഹെൽപ്പും ചെയ്യാൻ ഞാൻ തയ്യാറാ എന്ന് പറയാണ്. അല്ല ഇപ്പൊ എന്തിനാ ശ്രുതി വന്നത്? അത് പിന്നെ അത്യാവശ്യമായിട്ട് എനിക്കൊരു 5 ലക്ഷം രൂപ പലിശയ്ക്ക് വേണം. സച്ചിയുമായിട്ടുള്ള ഒരു ബാധ്യത തീർക്കാനാ. അതിന്റെ പേരില് ഞാൻ ആ കുടുംബത്തില് നാണം കെട്ടുകൊണ്ടിരിക്കുകയാണ്. ആ 5 ലക്ഷം രൂപ എനിക്ക് ഉടനെ കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. കാശൊക്കെ ഞാൻ തരാം, പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, സച്ചിക്ക് പാര പണിയാൻ വേണ്ടി എന്റെ കൂടെ കട്ട സപ്പോർട്ടായിട്ട് നിൽക്കണം. ശ്രുതി പറയുന്നുണ്ട്, എന്താന്ന് വെച്ചാ പറഞ്ഞാ മതി. ഒളിഞ്ഞു നിന്നുകൊണ്ട് എല്ലാം ചെയ്യാൻ ഞാൻ തയ്യാറാ, പക്ഷെ എന്റെ പേര് മാത്രം പുറത്തു വരരുത്. മറ്റെന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്തു തരും എന്ന് പറയുമ്പോ, അത് മതി, ഞാൻ പറയാം. എത്രയും പെട്ടെന്ന് സച്ചിക്കൊരു പണി കൊടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് ഉടനെ ഞാൻ കൊടുക്കുകയും ചെയ്യും എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ ശ്രുതിക്കാണെങ്കിൽ 5 ലക്ഷം രൂപ ആന്റണി കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ 5 ലക്ഷം രൂപയായിട്ട് അന്ന് വൈകുന്നേരം ശ്രുതി വീട്ടിലേക്ക് വരുന്നുണ്ട്. എല്ലാവരെയും വിളിച്ചു കൂട്ടുവാണ്. എന്നിട്ട് ശ്രുതി പറയുന്നുണ്ട്, നിന്റെ എത്ര രൂപയുടെ സ്വർണ്ണമാ പോയത്? ശ്രുതി, എത്ര രൂപയ്ക്കാ നീ ആ സ്വർണം കൊണ്ട് വിറ്റത്? 5 ലക്ഷം രൂപയ്ക്കാ ശ്രുതി എന്ന് പറയുന്നുണ്ട്. ദാ 5 ലക്ഷം രൂപയുണ്ട് ഈ കവറിനകത്ത്. ദേ അച്ഛാ, ദേ അങ്കിൾ, 5 ലക്ഷം രൂപയുണ്ട് ഈ കവറിനകത്ത്. ഇതെടുത്ത് സച്ചിക്ക് കൊടുത്തേക്ക് എന്ന് പറയാണ്. അപ്പോഴേക്കും രേവതി പറയുന്നുണ്ട്, ശ്രുതി, അത് നീ നിന്റെ ഔദാര്യം പോലെ തരണ്ട. അത് ഞങ്ങളുടെ സ്വർണത്തിന്റെ പൈസയാ. അതുകൊണ്ട് അതെടുത്തോണ്ട് മോഷ്ടിച്ചുകൊണ്ട് വിറ്റതേ നിന്റെ കെട്ടിയവനാ. അതുകൊണ്ട് അത് ഔദാര്യമായിട്ടൊന്നും ഇങ്ങോട്ട് തരണ്ട, മര്യാദയ്ക്ക് തന്നാ മതി. രവി പറയാണ്, അതെ അവര് പറഞ്ഞല്ലേ മോളെ ശരി, നിന്റെ ഭർത്താവ് കട്ടുകൊണ്ട് വിറ്റതല്ലേ, അതുകൊണ്ട് മോള് തന്നെ അത് രേവതിയുടെ കയ്യിലേക്ക് ഏൽപ്പിക്ക് എന്ന് പറയാണ്. അങ്ങനെ രേവതിയുടെ കയ്യിലേക്ക് ആ പൈസ ശ്രുതി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പം മനസ്സിലായല്ലോ, നിങ്ങളുടെ ഈ 5 ലക്ഷം രൂപ നക്കാപ്പിച്ച കാശൊന്നും എനിക്ക് എത്ര വലിയ സംഭവമൊന്നും അല്ല. വിരലിനടിക്കുന്ന സമയം കൊണ്ടേ എനിക്ക് ആ ക്യാഷൊക്കെ ഉണ്ടാക്കാവുന്നേ ഉള്ളൂ. എന്ത് ചെയ്യാനാ, എന്റെ ഭർത്താവ് അന്നെന്നെ വിഷമിപ്പിക്കണ്ട, എന്നെ സങ്കടപ്പെടുത്തണമെന്ന് കരുതിയിട്ടാ ആ കാര്യം മറച്ചു വെച്ചത്. അല്ലെങ്കിലേ ആ ഒരു ലോസ് ഒക്കെ പുഷ്പം പോലെ ഞാൻ പരിഹരിച്ചേനെ. അപ്പോ ശ്രുതി ചോദിക്കുകയാണ്, അല്ല ശ്രുതി, നിനക്ക് ഇത് എപ്പോ എവിടുന്നാ കാശ്? അതൊക്കെ ഞാൻ റെഡിയാക്കി. അച്ഛൻ ജയിലിലാണെങ്കിലും ആ ഒരു വരുമാനമൊക്കെ എനിക്കുണ്ട് ശ്രുതി. വേറെ ആരെ വിളിച്ചാലും എനിക്ക് അപ്പൊ തന്നെ ക്യാഷ് കിട്ടും. അല്ലാതെ ഇവരെ പോലെ തെണ്ടികളൊന്നും അല്ല ഞാൻ എന്ന് പറയുമ്പോ സച്ചി പറഞ്ഞിട്ടുണ്ട്, ദേ ശ്രുതി, ആ പാർലെടുത്തി ആവശ്യത്തെ അർത്ഥമൊന്നും പറയണ്ട. അങ്ങനെ തെണ്ടിയെ നിങ്ങളുടെ ഭർത്താവാ, അതുകൊണ്ടാണല്ലോ ഈ തെണ്ടിയുടെ പൈസ അടിച്ചുകൊണ്ട് പോയത് എന്ന് പറയുമ്പം ശ്രുതി പറയുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ ഞാനിപ്പോ പൈസ തിരികെ തന്നത്. അതുകൊണ്ട് നീ കൂടുതൽ ഡയലോഗൊന്നും അടിക്കണ്ട. അപ്പൊ സച്ചി പറയാണ്, പാർലടുത്തേക്കും അതിനുള്ള അവകാശമൊന്നും ഇല്ല. ഈ തെന്നിയുടെ കാശ് ഒടിച്ചോണ്ട് പോയ ആ തെരുടെ ഭാര്യയിലെ പാർലടുത്തി എന്ന് ചോദിക്കുമ്പം അച്ഛൻ പറയുന്നുണ്ട്, മതി, 2 കൂട്ടരും തമ്മിൽ തർക്കിച്ചതൊക്കെ മതി. എന്തായാലും എല്ലാ കള്ളത്തരങ്ങളും പൊളിഞ്ഞല്ലോ, ആഹാര എന്താ ചെയ്യുന്നൊക്കെ മനസ്സിലായല്ലോ, പൈസ നിധിയെ കിട്ടിയല്ലോ, അത് മതി എന്ന് പറയാണ്. അപ്പോഴേക്കും ചന്ദ്ര ഹാളിലേക്ക് വരുമ്പം രവി അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ പോവാണ് കേട്ടോ. ചന്ദ്രയാണെങ്കിൽ രവിയേട്ടാന്ന് വിളിക്കുമ്പോ മിണ്ടി പോവരുത്, ഇനി നീ എന്റെ ഭാര്യയല്ല, ഞാനത് പലതവണ പറഞ്ഞു കഴിഞ്ഞു.
ഈ പെരയ്ക്കകത്തിരുന്ന് ഇത്ര വലിയ കള്ളത്തരം ചെയ്തിട്ട് നാണമുണ്ടോ നിനക്ക് എന്നെ മുമ്പിൽ വന്ന് നിൽക്കാനായിട്ട്? നിന്റെ മകൻ ചോദിച്ചാലാണെന്നേ നീ എന്തെടുത്തങ്ങ് കൊടുക്കുവല്ലേ? ആധാരം ദാ ഇപ്പൊ സ്വർണം, എന്നിട്ട് നാണമില്ലാതെ അഭിനയിച്ചുകൊണ്ട് നിൽക്കുന്നു. മിണ്ടി പോകരുതിന് മേലാൽ എന്റെ മുമ്പിൽ വന്നിട്ട് എന്നും പറഞ്ഞുകൊണ്ട് രവിയാണെങ്കിൽ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ സച്ചിക്കും രേവതിക്കും നല്ല സന്തോഷമായി കേട്ടോ. അവർക്ക് ആ ഒരു സ്വർണം കിട്ടിയല്ലോ, ആ പൈസ കിട്ടിയല്ലോ. അതുകൊണ്ട് തന്നെ ഇനി അതും കൊണ്ട് റൂം പണിയാൻ പോവാണോ അതോ ഗോൾഡ് മേടിക്കാൻ പോവാണോ മറ്റെന്തെങ്കിലും ചെയ്യാൻ പോവാണോ എന്നൊക്കെയുള്ള വീഡിയോസ് നമ്മൾ അടുത്തൊരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാമേ. മിസ് ആവാതിരിക്കാൻ ചാനൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.